Hi everyone, Assalamu alaikum. Welcome to FATHIMA'S kitchen. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. മത്തങ്ങ കൊണ്ടുണ്ടാക്കുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഒരു 1/2 കിലോ മത്തങ്ങ എടുത്ത് ഇതേപോലെ ഒന്ന് ചീവിയെടുക്കണം. ചെറിയ ചെറിയ പൊടി പോലെ ക്യാരറ്റ് ചീവുന്ന ഇതിൽ ചീവിയെടുക്കാം. നല്ല കളറുള്ള മത്തങ്ങ നോക്കി വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ചീവിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പാനിലിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ചീവിയെടുത്ത മത്തങ്ങ നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്തുകൊണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. പഞ്ചസാരയും മത്തങ്ങയും കൂടെ നന്നായി മിക്സായി വന്നതിന് ശേഷം 1 ഗ്ലാസ് പാലൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കുന്നത് വരേക്കും ഇളക്കി കൊടുക്കാം. ഇളക്കി ഒരു വിധമാകുമ്പോഴേക്കും വീണ്ടും 1 ഗ്ലാസ് പാല് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് നന്നായിട്ടൊന്ന് ആ പാലെല്ലാം വറ്റുന്നത് വരെ ഒന്ന് വേവാനിടാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്തുകൊണ്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വേവിച്ച് വറ്റിച്ചെടുക്കണം. പാലിൻ്റെ അളവ് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വറ്റുന്നത് വരെയും ഒന്ന് വേവിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ഇതൊരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്നുകൂടി ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഒരുവിധം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി വറ്റിച്ചെടുക്കണം. 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പവുമില്ല. നന്നായിട്ടൊന്ന് ചേർത്ത് യോജിപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അതുവരേക്കൊന്ന് ഇളക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മത്തങ്ങ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അമർത്തി നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊന്ന് ഒരു 10 മിനിറ്റ് വെച്ചിട്ടെടുക്കാം. മത്തങ്ങ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മെൽറ്റഡ് ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.